കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈവിൾ സ്പിരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡെമണെ കുറിച്ച് പറഞ്ഞു, ഫോൾൺ ഏഞ്ചലിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ നമ്മുടെ അൺക്ലീൻ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ അൺക്ലീൻ സ്പിരിറ്റിനകത്ത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ സർപ്പൻറ്റൈൻ കിങ്ഡത്തിലുള്ള സർപ്പൻറ്റൈൻ സ്പിരിറ്റ്. ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. മെറ്റനോയ യൂട്യൂബ് മിനിസ്ട്രീസ് ചാനൽ 2023 തൊട്ട് എല്ലാ ദിവസവും ബൈബിൾ സ്റ്റഡി ആയാലും അതുപോലെ ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളായാലും ഡിബേറ്റബിളായിട്ടുള്ള വിഷയങ്ങളായാലും ബൈബിളിലെ തീം ബേസ്ഡ് ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ ഗോളത്തിലെ അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. കാണാത്ത കാര്യങ്ങൾ നിത്യമാണെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കാണാത്ത മേഖലകളിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഈ ഈവിൾ സ്പിരിറ്റ് ഒരുപാടുണ്ട്. നമുക്ക് കാണത്തില്ല ഒന്നിനെയും, സ്പിരിറ്റ് മേഖലയായതുകൊണ്ട്. എന്നാൽ നമ്മൾ പ്രാർത്ഥനയിൽ കൂടിയും ദൈവവചന പഠനത്തിൽ കൂടിയും ഈ മേഖലകളിലേക്ക് നമ്മൾ കടന്നുപോയി ആ മേഖലയിൽ കൂടി നമ്മുടെ ഏഞ്ചൽസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ വിടുതൽ പ്രാപിക്കുന്ന വലിയ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിലുണ്ട്. ദൈവം പല അതോറിറ്റികളും നമുക്ക് തന്നിട്ട് ഈ സ്പിരിറ്റിനെയൊക്കെ ജയിക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. ഈ അടുത്ത രണ്ട് എപ്പിസോഡ് തീരുമെന്ന് വിചാരിക്കുന്നു. ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗ്രൗണ്ട് ലെവൽ വാരിയേഴ്സ് ആണ് ശരിക്കും ഈ സർപ്പൻറ്റൈൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ബൈബിളിൽ 91 സങ്കീർത്തനത്തിൻ്റെ 13 വാക്യത്തിലെ സർപ്പൻസ് എന്ന് പറയുന്ന ഭാഗം അവിടെ ഉണ്ട്. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ലൂക്കോസ് 10:19 നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പാമ്പുകൾ എന്നൊക്കെ പറയുന്ന സർപ്പൻസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കിങ്ഡത്തിലുള്ളതാണ്. അല്ലാതെ ഈ സാധാരണ നമ്മൾ ഈ പാമ്പിനെ കയറി ചവിട്ടിയും അല്ലെങ്കിൽ സ്കോർപ്പിയോൺസിനെ തേളുകളെ ചവിട്ടുന്നു എന്നുള്ളതല്ല. ഇതൊക്കെ ഒരു കിങ്ഡത്തെ റെപ്രസെൻ്റ് ചെയ്യാണ്. ഈ കിങ്ഡത്തിലുള്ള അധികാരം അതിന് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ യേശു ശിഷ്യന്മാരോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ആ ഡെലിഗേറ്റഡ് അതോറിറ്റി നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. റോമർ 16:20 സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. കാൽ കീഴെ ചതയ്ക്കുക എൻഷ്യൻ സർപ്പൻ്റാണ് സൈറ്റൻ. കാൽ കീഴെ ചതയ്ക്കുന്ന സാത്താനെ ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ സർപ്പൻറ്റിനെ ചവിട്ടി താഴ്ത്തുക എന്നുള്ള. അത് ഈ സ്പിരിറ്റിനെ സംബന്ധിച്ചിടത്തോളം they can take different forms and shape in the spiritual kingdom. വ്യത്യസ്ത രൂപവും ഭാവവും എടുക്കാനായിട്ട് പറ്റും. 1 കൊരിന്ത്യർ 15:45 ആദ്യത്തെ മനുഷ്യൻ ആദാമും അതുപോലെ യേശുവിനെ കുറിച്ച് അവസാനത്തെ ആദാം ലൈഫ് ഗിവിങ് സ്പിരിറ്റ് എന്നും പറയുന്നു. ആ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്, ജീവൻ നൽകുന്ന ആത്മാവായ കർത്താവിനെ കുറിച്ച് പറയാണ്. ഇതുപോലെ തന്നെ പൈശാചിക മേഖലകളിലും പല രീതിയിലുള്ള ആത്മീക രൂപം, വ്യത്യസ്ത രൂപവും ഭാവവും അവർക്ക് എടുക്കാനായിട്ട് പറ്റും. വെളിപ്പാട് പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ ഒരുപാട് പേര് തന്നെയുണ്ട്. എൻഷ്യൻ സർപ്പൻ്റ്, ഡ്രാഗൺ, റോറിംഗ് ലയൺ, ഇതെല്ലാം അതിനകത്തുള്ള ഏഞ്ചൽ ഓഫ് ലൈറ്റ്, പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് എയർ, ഡേ സ്റ്റാർ, അല്ല ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. ദുരാത്മാക്കൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വസിക്കുമ്പോൾ പലപ്പോഴും അവരെ കോഡ് ചെയ്യുന്ന രൂപം എന്നതൊരു സർപ്പത്തിൻ്റെതാണ്. സർപ്പൻറ്റൈൻ കിങ്ഡം എന്നാണ് സാത്താൻ്റെ ഈ കിങ്ഡത്തിൻ്റെ പേര്. ഇത് ദേഹിയെയും ശരീരത്തെയും ആയിട്ട് ബന്ധപ്പെട്ടാണ് മിക്കവാറും ഇത് വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഡെലിവറൻസ് എടുക്കേണ്ടത്. ഇതെല്ലാം അറ്റാക്ക് ചെയ്യുന്നത്
നമ്മുടെ ദേഹിയും ശരീരത്തെ. നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ഈ പിശാചിന് നമ്മളെ പൊസസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പുറത്തു നിന്ന് ആക്രമിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പലപ്പോഴും ഈ സർപ്പൻറ്റൈൻ കിങ്ഡത്തിലുള്ള ഈ പിശാചുക്കൾ നമ്മളെ ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ പല രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യും. ഞാൻ അതിൻ്റെ മെത്തേഡ്സൊക്കെ പറയാം. മിക്കവാറും പ്രധാനമായിട്ടും ഇത് അറ്റാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. സ്വപ്നങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വപ്നങ്ങൾ പാമ്പ് വരുന്നു എന്നുള്ള. അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വപ്നങ്ങളുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചും ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കയറാം. ഇത് പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണിങ് ആൻഡ് ഡിസിപ്റ്റീവാണ്. വഞ്ചിക്കുക, കൗശലം പറയാം. അവ്വയെ വഞ്ചിച്ചാൽ അറിയാലോ, അത് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് വഞ്ചിക്കും. ഇതുപോലെയാണ് കണ്ണിങ് ആൻഡ് ഡിസിപ്റ്റീവാണ്. അത് ഇതിന് ചില സ്പിരിറ്റുകൾ അതിനകത്ത് ഈ സർപ്പൻറ്റിനെ ഈ പാമ്പിനെ കോഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നത്തിൽ ഇത് നമ്മൾ കാണുന്നത്. ഇതിന് വേറൊരു പേര് ഇതിന് പറയാറുണ്ട്, പൈതൺ സ്പിരിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതിന് ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള കൺട്രോൾ ചെയ്യാനായിട്ടുള്ള വലിയ കഴിവുണ്ട്. നമ്മളിൽ അത് ഹൈഡ് ചെയ്യും. അത് ഈ പാമ്പിൻ്റെ സ്വഭാവമുണ്ടല്ലോ, എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്യും. അന്നേരം അത് പുറത്തോട്ടിറങ്ങത്തില്ല, എന്ത് പറഞ്ഞാലും പുറത്തോട്ടിറങ്ങത്തില്ല. അതുകൊണ്ട് ആ സമയങ്ങളിൽ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോവാ, യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഇത് പുറത്തു വരത്തില്ല. അല്ല, പരിശുദ്ധാത്മാ അഭിഷേകമുള്ള ചില ദൈവദാസന്മാർ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് ചിലപ്പോൾ പുറത്തു വരുള്ളൂ. അത് അകത്തിരിക്കും, ഹൈഡ് ചെയ്യും. നമുക്കറിയാം, പലപ്പോഴും ഈ പാമ്പിനെ കാണുമ്പോൾ ഈ സ്വപ്നത്തിൽ നമ്മൾ പലപ്പോഴും പാമ്പുകളെ കാണുന്നുണ്ട്, പലരും വിളിച്ചു പറയുന്നുണ്ട്. ചിലർക്ക് കയ്യിൽ തൂങ്ങി കിടക്കുന്നെന്ന് കാണുന്നു, കാലുകൾ കൂടി ഇഴയുന്നു എന്ന് കാണുന്നു, ഉദരത്തിൽ പ്രശ്നങ്ങൾ കാണുന്നു. ഇതെല്ലാം ഉദരത്തിൽ ഇങ്ങനെ കെട്ട് വന്ന് കിടക്കുകയാണ്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു ഇൻറ്റീരിയറായിട്ടുള്ളൊരു പ്രയാസം വരുന്നു, ഒരു രോഗം വരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഇത് വരുന്നത്. ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില അറ്റാക്കുകൾ നമുക്ക് വരാൻ പോകുന്നു എന്നുള്ള. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിലെ ഭാര്യയും ഭർത്താവും കിടക്കുന്നതിനകത്ത് ഇടയ്ക്കൊരു പാമ്പ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, അങ്ങനെ ഒരു സ്വപ്നം കണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു അസ്വാഭാവികമായിട്ടൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ പോവുകയാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ വെച്ചിട്ട് പിണങ്ങാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആണ് വരുന്നത്. അതുപോലെ പാമ്പ്, കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറയും, പാമ്പ് സ്വപ്നത്തിൽ പാമ്പിനെ മുഴുവൻ ഞാൻ വിഴുങ്ങി, അതിൻ്റെ തല മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ വിഴുങ്ങി. അങ്ങനെ പറയുമ്പോൾ എന്താണ്, പാമ്പിനെ മുഴുവൻ വിഴുങ്ങി. എന്നാൽ അവരുടെ ജീവിതത്തിൽ അത് പ്രാർത്ഥനയിൽ കൂടെ ഉപവാസത്തിൽ കൂടെയൊക്കെ കുറേയൊക്കെ അത് ഒതുങ്ങി. പക്ഷേ എന്നാലും അതിന് ജീവനുണ്ട്, തല പുറത്തോട്ട് കിടക്കാം, ജീവൻ ഇപ്പോഴും ഉണ്ട്. അത് ഏത് സമയത്തും വീണ്ടും പൊങ്ങി വന്ന് കടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിന് ഉള്ള കാര്യം, നമുക്കറിയാം പാമ്പിനൊരു പടം ഉണ്ടെന്നൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. പാമ്പിൻ്റെ അതിൻ്റെ ആ പുറത്തുള്ള എക്സ്റ്റേണലായിട്ട് ആ പടം പൊഴിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ പാമ്പ് വന്നിട്ട് കടിക്കുന്ന, ചില ആളിനെ വന്ന് കടിക്കുന്നത്, അല്ലെങ്കിൽ പാമ്പ് വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വപ്നം കാണുക, ഇതെല്ലാം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, പാമ്പ് കടിക്കുന്നതൊക്കെ സ്വപ്നം കാണുക എന്ന് പറയുന്നാൽ അതൊരിച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലൊരു പിശാചിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ഉള്ളിൽ വന്ന് പിശാച് വാസം ചെയ്യാൻ പോകുക എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കേസുകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ ഈ പോയിസൺ നമ്മൾ റിലീസ് ചെയ്യും. എന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ഛർദ്ദിക്കുന്നതായിട്ടാണ്, വൊമിറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. കാരണം അത് പിശാച് തൻ്റെ ബ്ലഡ് നിക്ഷേപിക്കുന്നതൊക്കെ കാര്യങ്ങളാണ്. ഇങ്ങോട്ട് കടിക്കുമ്പോഴേ തന്നെ പോയിസൺ ഇങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് തരികയാണല്ലോ, സ്വപ്നത്തിൽ കാണുകയാണ്. ഉള്ളിൽ തരുമ്പോൾ അതിനെ പുറത്താക്കുമ്പോഴത്തേക്ക് അത് വൊമിറ്റ് ചെയ്തൊക്കെയാണ് അത് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ വേറെ സ്വപ്നങ്ങൾ കാണുന്നതാണ് ഇത് മുട്ടയിടുന്ന കാര്യം. മൾട്ടിപ്ലൈ ഇൻ ഹ്യൂമൻ ബോഡി ബൈ ലേയിങ് എഗ്സ്.
അത് ഇത് ശരീരത്തിൽ കൂടി അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കാണുക. എന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ഒന്നിൽ കൂടുതലുള്ള ഇൻഫെസ്റ്റിംഗ് ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്, ഇവർ നിങ്ങൾ വസിക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ വരുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നു. അതുപോലെ കോയിൽ റൗണ്ട്, നിങ്ങളുടെ ഹ്യൂമൻ ഓർഗൻസിൽ ഇത് കോയിൽ ചെയ്യുന്നു, ലിവറിൽ കോയിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്പിരിറ്റ് നമ്മൾ കാണുന്നുണ്ട്. സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നു എന്ന് കാണും. അതുപോലെ തന്നെ നിങ്ങളോടുകൂടെ ട്രാവൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാണും. നിങ്ങളോട് ട്രാവൽ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂടെ പാമ്പ് കിടന്നുറങ്ങുക എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളെ സെക്ച്വലായിട്ടുള്ള ചില ഈവിൾ സ്പിരിറ്റ് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതുപോലെ ഈ കുണ്ടലിനി എന്ന് പറഞ്ഞൊരു സ്പിരിറ്റ് ഉണ്ട്. യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അതിൽ കൂടി ആ മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതായത് ഈ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊക്കെ പല പോസുകളുണ്ട് അതിനകത്തൊക്കെ. അതൊക്കെ ഈ പോസുകളൊക്കെ തന്നെ പല സ്പിരിറ്റുകൾ ഒരു ഗേറ്റ് വേ ആയി മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതെല്ലാം തന്നെ ഈ ഈവിൾ സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഇടവരും. അതുപോലെ 2 തല 3 തല ഒക്കെ ഉള്ള സർപ്പൻസിനെ കാണുന്ന സ്വപ്നത്തിൽ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ നട്ടലിലെ സ്പൈനിലെ ഇത് ചുരുണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. ഇതെല്ലാം തന്നെ ശരിക്കും ഒരു സർപ്പൻ്റൈൻ സ്പിരിറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനെല്ലാം തന്നെ ഒരുപാട് ഇംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ ഓരോ സ്വപ്നത്തിനും ഓരോ മീനിങ്ങുകളുണ്ട്. അതായത് ഓരോ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ മീനിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഒരാൾക്ക് ഒരു പാമ്പ് വന്ന് കൂടെ കിടക്കുക എന്ന് പറയുന്നത് സെക്ച്വൽ ആണെങ്കിൽ വേറൊരാൾക്ക് അത് വേറൊരു ദോഷമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ജനറലി ഒരു സ്വപ്നത്തിനകത്തൊരു സർപ്പൻ്റ് വന്നു, അത് പല ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുക, അല്ലെങ്കിൽ വിഴുങ്ങുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നത് ശരിക്കും അതൊക്കെ തന്നെ ഈ പിശാചിൻ്റെ ഒരു അധിവാസം നമ്മളിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുക, ഫെലോഷിപ്പ്, ദൈവസനിൽ ഇരിക്കുന്നതൊക്കെ കുറഞ്ഞു വരുമ്പോഴാണ് ഇത് കൂടുതൽ വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പല രീതിയിൽ ഈ സർപ്പൻ്റൈൻ സ്പിരിറ്റ് വരാം. ഈ സർപ്പൻ്റൈൻ സ്പിരിറ്റ് തന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് 5 ടൈപ്പ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലാൻഡ് സർപ്പൻ്റ് റെപ്റ്റൈൽ കിങ്ഡത്തിലുള്ളത്, പിന്നെ അതുപോലുള്ളതാണ് മറൈൻ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന സ്പിരിറ്റുകൾ അതിനകത്തുണ്ട്. പിന്നെ ഫ്ലൈയിങ് സർപ്പൻസ്, പറക്കുന്ന സർപ്പൻസ് ഉണ്ട്. ഭൂമിയുടെ അടിയിലുണ്ട്. പിന്നെ ഇത് ഹൈബ്രിഡായിട്ട് ഒന്നിൽ കൂടുതൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെള്ളത്തിലും കരയിലും ഉള്ള ടൈപ്പായിട്ടുള്ള ഹൈബ്രിഡ് സർപ്പൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇതിനകത്ത് തന്നെ വേറൊരു കാറ്റഗറി സർപ്പൻ്റിനകത്തുണ്ട്. അത് ഇങ്ങനെ ബൈബിളിലൊന്നും അതിനകത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. എന്നാൽ പോലും ഈ ന്യൂവ പൈതോണ എന്ന് പറഞ്ഞ ഒരു ഡിവിനേഷൻ സ്പിരിറ്റ് ഉണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് പൈതൺ എന്ന് പറഞ്ഞൊരു സ്പിരിറ്റാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഏൻഷ്യൻ ഗ്രീക്കിലെ ഒരു സിറ്റി ഉണ്ട് ഗ്രീസിൽ, അത് ഡെൽഫി എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. ആ സിറ്റിയിൽ ഒരു ടെമ്പിളുണ്ട്, അപ്പോളോ എന്ന് പറഞ്ഞ ഒരു ആളിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ടെമ്പിള്. അവിടെ ഒരു ഹൈ പ്രീസ്റ്റസ് സ്ത്രീ ആയിട്ടുള്ള ഒരു പുരോഹിതയുണ്ട്. അവരുടെ പേരാണ് പിത്തിയ എന്ന് പറയുന്നത്. അത് ഈ അപ്പോളോ ദൈവത്തിൻ്റെ മൗത്ത് പീസാണ് ഈ പിത്തിയ എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീ ട്രാൻസിലേക്ക് പോകും. ചില സമയങ്ങളിൽ അവർ ട്രാൻസിലാവും, ഇങ്ങനെ വേറൊരു ലോകത്തിലേക്ക് അവരുടെ മൈൻഡെല്ലാം അടഞ്ഞിട്ട്, നമ്മൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു രീതിയിലേക്കായിട്ട് വലിയ പ്രവചനം നടത്തും. ഈ പൈതണിൻ്റെ റിമൈൻസിലാണ് ഈ ടെമ്പിൾ ഓഫ് അപ്പോളോ പണിഞ്ഞിരിക്കുന്നത്. ഈ പൈതൺ, ഈ പിത്തിയ എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ ഡോട്ടർ ഓഫ് പൈതോണിൻ്റെ ഒരു സ്പിരിച്വൽ ഡോട്ടറായിട്ട് കൺസിഡർ ചെയ്തിരിക്കുക. ഈ പുരോഹിതയെ കാണാനായിട്ട് രാജാവ്, നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ അവരുടെ പ്രവചനത്തിന് വേണ്ടി വരും. അത് ഈ ടൈപ്പായിട്ടുള്ളൊരു പ്രവചനം നടത്തിയ ഒരു എക്സാമ്പിളാണ് അപ്പോസ്തല പ്രവൃത്തി 16:14 പറയുന്ന ഒരു സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ. അത് ഈ ന്യൂമ പൈതോണ എന്ന് പറഞ്ഞ സ്പിരിറ്റാണ്.
അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. ഈ കള്ളപ്രവാചകന്മാർ ഉപയോഗിക്കുന്ന ഒരു സ്പിരിറ്റാണ് ദ സ്പിരിറ്റ് ഓഫ് പൈതൺ. എല്ലാ പ്രവചനവും ദൈവത്തിൽ നിന്നാവണമെന്ന് നിർബന്ധമില്ല. ഫാൾസ് പ്രോഫറ്റ് ഉണ്ട്, അവർക്കും 100% ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. ശരിയായ പ്രൊഫസി പരിശുദ്ധാത്മാവിൽ നിന്നുള്ള പ്രവചനം അത് വിഷനിൽ കൂടിയാണ് വരുന്നത്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ഡീകോഡിങ് എല്ലാം ശരിയാവുമ്പോഴേ അത് 100% കറക്റ്റ് ആവുന്നത്. എന്നാൽ ഫാൾസ് പ്രൊഫസി പരിശുദ്ധാത്മാവിൽ നിന്നല്ല, അതിൻ്റെ സോഴ്സ് ശരിയല്ല, എന്നാൽ അതിൻ്റെ ഡീകോഡിങ് ശരിയാണ്, ആക്യുറസി ഉണ്ടാകാം. റോങ് പ്രൊഫസി എന്ന് പറയുന്നത് ചിലപ്പോൾ അത് പരിശുദ്ധാത്മാവിലാവാം, ഡീകോഡ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി, മനസ്സിലാക്കിയ തെറ്റിപ്പോയി. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന പ്രൊഫസി പോലും നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. ശരിയായിട്ടുള്ള പ്രൊഫസി പോലും തെറ്റാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള പ്രൊഫസി ശരിയായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഫാൾസ് പ്രൊഫസി വരുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല, അത് 100% ശരിയാവുന്ന കേസുകളുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊഫറ്റുകളെ ഈ നാളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവർ ഈ ഈ സ്പിരിറ്റ് ഓഫ് പൈതണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അവരിലെ ഈ പ്രൊഫറ്റിക് ഗിഫ്റ്റിന് വേണ്ടി ഒരു പണം ചോദിക്കും. അതുപോലെ ഓഫറിങ്ങുകൾ ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, ഈ പ്രൊഫസിയൊക്കെ കൊമേഴ്സ്യലൈസ് ചെയ്യും. അവർ വലിയ ആളാണെന്ന് കാണിക്കാനായിട്ട് വലിയ പ്രൊഫസി, രാഷ്ട്രത്തെക്കുറിച്ച് പിന്നെ ഗവൺമെൻറ്റിനെ കുറിച്ച് ഒക്കെ വലിയ പ്രൊഫസികൾ നടത്തും. എന്നാൽ ഇതൊക്കെ അവരെ കൊമേഴ്സ്യലൈസ് ചെയ്യണം. അവരെന്താണ് യേശുക്രിസ്തു പറഞ്ഞ് ഞാനോ കുറയണം അല്ലെങ്കിൽ ഞാനില്ലാതെയായി തീരണം എന്നുള്ളതല്ല, അവർ വലിയ ആളാവണമെന്നോ. പിന്നെ ഈ പ്രോഡക്റ്റൊക്കെ അവരെ വിൽക്കാനായിട്ട് ശ്രമിക്കും. അത് ഇങ്ങനെയുള്ള ഒരു പ്രൊഫസി ആയിരുന്നു അന്ന് നടന്ന അപ്പോസ്തലപ്രവൃത്തി 16:18 നടന്നുകൊണ്ടിരുന്നത്. കാരണം 3 ദിവസം അവരവിടെ പ്രവചിച്ചു ആണ് സ്പിരിറ്റ് ഓഫ് പൈതൺ. അന്നേരം പൗലോസിനത് മനസ്സിലായില്ല. പിന്നീട് ആണ് ദൈവം പൗലോസിനത് വെളിപ്പെടുത്തിയായിട്ട് നമ്മളെ കാണും. സ്പിരിറ്റ് ഓഫ് പൈതോൺ എന്ന് പറയുന്നത് ലിങ്ക്ഡ് വിത്ത് ഈ ഡിവിനേഷൻ, ഫാൾസ് പ്രൊഫസി, വിച്ച് ക്രാഫ്റ്റിൻ്റെ രൂപത്തിൽ പൈതോൺ സ്പിരിറ്റ് ചുറ്റിക്കിടക്കും. അത് പലപ്പോഴും അത് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്പിരിച്വൽ ഡിസിപ്ഷൻ തരുന്നുണ്ട്. മിമിക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ഫോൾസ് സൈൻസ് കൊണ്ടുവരും. അതുപോലെ കൗണ്ടർ ഫീറ്റ് പ്രൊഫറ്റിക് എക്സ്പ്രഷൻ കൊണ്ടുവരും, വ്യാജമായ ആത്മീയ അനുഭവങ്ങൾ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സ്പിരിറ്റ് ഓഫ് പൈതോൺ അല്ലെങ്കിൽ സ്നേക്ക് പൈതോണിൻ്റെ സ്പിരിറ്റ് വഴി വരുന്നത്. ഇതെല്ലാം തന്നെ ഈ സർപ്പൻ്റൈൻ കിങ്ഡത്തിലുള്ള സ്പിരിറ്റുകളാണ്. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമുക്ക് ഇത് വെളിപ്പെട്ട് കിട്ടുന്നത് സ്വപ്നങ്ങൾ കൂടിയാണ്. സ്വപ്നങ്ങൾ കൂടി പാമ്പിൻ്റെ പല രീതിയിലുള്ള അറ്റാക്കുകൾ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് പാമ്പ് വിഴുങ്ങുന്നു, പാമ്പ് കടിക്കുന്നു, പാമ്പ് കൂടെ കിടക്കുന്നു, പാമ്പ് പല തലയെടുത്ത് നിൽക്കുന്നു, പാമ്പ് കാലിൻ്റെ കീഴിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കൂടെ പാമ്പ് ഓടുന്നു, നമ്മുടെ മുമ്പിലോട്ട് പാമ്പ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള സ്വപ്നം. അന്നേരം അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ പല മീനിങ്ങുകൾ വരും. നമുക്ക് ഒരു കാര്യം ഒരു മീനിങ് ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. എന്നാൽ ജനറലി ഒരു കാര്യം ഉറപ്പാണ്, there are evil attacks in your life. അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഈവിൾ അറ്റാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു നിർണായക തെളിവാണ് ആ ഒരു സ്വപ്നം. അത് നമുക്ക് എന്തായാലും പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്പിരിറ്റ് ഓഫ് പൈതൺ എന്ന് പറയുന്നത് പ്രൊഫറ്റിക്കായിട്ടുള്ള ആംഗിളിലാണ് കൂടുതലും വരുന്നത്. പരിശുദ്ധാത്മാവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട്, ഫോൾസ് സയൻസ് കാണിച്ചുകൊണ്ട്, കൗണ്ടർ പ്രൊഫറ്റിക് എക്സ്പീരിയൻസ്, വ്യാജമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രവാചക അനുഭവങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് വിച്ച് ക്രാഫ്റ്റ് രൂപത്തിലും ഒക്കെ വരുന്നൊരു സാധനമാണ് സ്പിരിറ്റ് ഓഫ് പൈതൺ. അത് ഈ സ്പിരിറ്റ് ഓഫ് പൈതണിനെ കുറിച്ചും ഇതെല്ലാം തന്നെ നമ്മുടെ സർപ്പൻ്റൈൻ കിങ്ഡത്തിലുള്ളതാണ്. ഇതിനെക്കുറിച്ചും അതിൽ നിന്ന് നമ്മൾ ഡെലിവറൻസ് പ്രാപിക്കേണ്ടതും അടുത്ത എപ്പിസോഡിൽ പറയാം. നിങ്ങൾ ഇന്നത്തെ ചിന്തകൾ പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം 25 മിനിറ്റോളം നമ്മൾ കഴിഞ്ഞു. ഇത് തുടർമാനമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യുക. കാരണം ഇതൊരു നോളജ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ നമ്മൾ പലരും ഈ സ്വപ്നങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുന്നവരുമൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് കാണുക തന്നെ വേണം. ഈ സമയങ്ങളിൽ ദൈവം എന്നെ അതിനുവേണ്ടി അഭിഷേകം ചെയ്തു എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഡെലിവറൻസ് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ ദിവസങ്ങളിലെ പൈശാചികമായിട്ടുള്ള പല ഇൻഫ്ലുവൻസ് കർത്താവെ ജീവിതങ്ങൾ വന്നു ചേരുന്നു. കർത്താവെ, അത് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ നാമം, ഞങ്ങൾക്ക് വലിയൊരു വിടുതലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അത് ഇതുവരെയും വേണ്ട രീതിയിൽ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വലിയ വിടുതൽ കൊടുക്കുകയും ആ അനുഗ്രഹത്തിൽ മുമ്പോട്ട് പോകാൻ കർത്താവെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ നീ സഹായിക്കണം ഇടവരും. ഏതൊക്കെ മേഖലകളിലാണ് ഈ സർപ്പൻ്റൈൻ സ്പിരിറ്റ് ചുറ്റിക്കിടക്കുന്നത്, അതെല്ലാം അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ അത് അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വലിയൊരു റിലീസ് ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾ തുടർമാനായി വാച്ച് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനകത്ത് ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിന് താല്പര്യമുള്ളവരെ നിങ്ങളുടെ നമ്പർ അയച്ചു തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം എൻഡിൽ ഒരു ഡെലിവറൻസ് ഒരു പ്രയർ ഉണ്ട്. ആ സമയത്ത് എന്നോട് കൂടെ പ്രാർത്ഥിക്കുക. ഇപ്പം ചുരുക്കമായിട്ട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.